CBSE-യുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സംസ്ഥാനത്തെ CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. ദേശീയ തലത്തിലുണ്ടാകുന്ന സാഹചര്യമാണ്. കേരളത്തിലടക്കം അതിൻ്റെ ആശങ്കകളുണ്ട്. ഒരു സ്വകാര്യ ഏജൻസിക്ക് മൂല്യനിർണ്ണയം കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളാണെന്ന് പറയുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ആശങ്കകളും പ്രശ്നങ്ങളും എന്തായാലും ജൂൺ 15 ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്ന ഉറപ്പാണിപ്പോൾ ദേശീയ തലത്തിൽ CBSE നൽകുന്നത്. എന്തായാലും ഇതിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, രാജ്യത്ത് തന്നെ CBSE പഠിക്കുന്നവർക്ക് മുന്നിൽ CBSE-യിൽ പഠിക്കുന്നവർക്ക് മുന്നിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ. രാജ്യത്ത് തന്നെ പരീക്ഷകളുടെ സുതാര്യത സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ട്. നീറ്റ് പരീക്ഷയിലൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പോലും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോക്രോച്ച് പാർട്ടിയുടെ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് CBSE കൂടി പ്രതിസന്ധിയിലുണ്ടാവുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കേരളത്തിലടക്കം ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സജിത്ത്, ഈ വർഷമാണ് ആദ്യമായി CBSE പുതിയ രീതിയിലുള്ള മൂല്യനിർണ്ണയം ആരംഭിച്ചത്. അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ മൂല്യനിർണ്ണയ രീതിയാണ് CBSE ഇത്തവണ അവതരിപ്പിച്ചത്. അത് ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണ്ണയം നടത്തുന്നതിന് പകരം അവ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആക്കിയതിന് ശേഷം ആ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റുകൾ മൂല്യനിർണ്ണയം നടത്തുക. അതിൻ്റെ മൂല്യനിർണ്ണയം അവസാനമായി CBSE-യുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നൊരു രീതിയാണ് ഇത്തവണ ചെയ്തത്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഓൺ സ്ക്രീനിലേക്ക് മാറ്റുമ്പോൾ സ്കാൻ ചെയ്യുന്നതിൽ പല രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കാരണം അധ്യാപകർക്കടക്കം ഇതിൽ കൃത്യമായ ഒരു പരിശീലനം ലഭിക്കാതെയാണ് ആദ്യം മുതൽ തന്നെ ഈ ഒരു എടുത്തു ചാടിക്കൊണ്ട് ഇത്തരം ഒരു രീതിയിലേക്ക് മാറിയതെന്നാണ് വ്യാപകമായി ഈ ഒരു ആരോപണം ഉയർന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള മാർക്ക് കുട്ടികൾക്ക് കുറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ആരോപണം തന്നെ ആദ്യമായി ഉയരുന്നത്. കാരണം നല്ല രീതിയിലുള്ള മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്കടക്കം മാർക്ക് വളരെ രീതിയിൽ കുറയുന്നു. അപ്പോൾ അവർ പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ഒപ്പം ഉത്തരക്കടലാസുകളുടെ കോപ്പി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഉത്തരക്കടലാസുകളുടെ എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറിയ കോപ്പിയാണ് അവർക്ക് ലഭിക്കുന്നത്. ഈ കോപ്പി വളരെ കുറഞ്ഞ ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ തീരെ വായിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്വാളിറ്റി കുറഞ്ഞ രീതിയിലായിരുന്നു സ്കാൻ ചെയ്തതെന്നാണ്. അത്തരം കോപ്പികളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെന്നാണ് ഇപ്പോൾ കുട്ടികൾ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂല്യനിർണ്ണയത്തിൽ മാർക്ക് കുറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു OSM മാർക്കിംഗ് അല്ല OSM എന്ന രീതിയിലുള്ള മൂല്യനിർണ്ണയമാണ് ഈ ഒരു CBSE ഇത്തവണത്തെ 12ാം ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാനുള്ളൊരു കാര്യമെന്ന് ആശങ്കയാണ് രക്ഷിതാക്കളും കുട്ടികളും ഉയർത്തുന്നത്. പക്ഷേ ഈ കാര്യം CBSE വകുപ്പും സെൻട്രൽ ഗവൺമെൻറ് അടക്കം വലിയ രീതിയിൽ ആക്ഷേപം തള്ളിക്കൊണ്ടുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം 63,000-ത്തിലധികം ഉത്തരക്കടലാസുകൾക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഈ സ്കാനിങ് നടത്തിയതിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടാമത് വീണ്ടും സ്കാനിങ് നടത്തി അത് ആ നമ്പർ 63,000-ൽ നിന്നും 13,000-ലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഉത്തരക്കടലാസുകളും കൃത്യമായി തന്നെയാണ് മൂല്യനിർണ്ണയം നടത്തിയതെന്നായിരുന്നു CBSE-യുടെ വാദം. ഇതിനുശേഷമാണ് അടുത്ത ആശങ്ക ഈ ഒരു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നോട്ട് വെച്ചത്. ഈ പുനർമൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് ഇവർക്ക് ഈ പ്രശ്നം മറികടക്കാൻ കഴിയുമെന്നായിരുന്നു CBSE ആദ്യം തന്നെ വാദിച്ചത്. പക്ഷേ പുനർമൂല്യനിർണ്ണയം നടത്തുമ്പോൾ പോലും ആ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് വലിയ രീതിയിൽ ക്രാഷ് ആകുന്നു, അല്ലെങ്കിൽ അതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയും നേരിടുന്നു എന്ന് വലിയ പരാതികൾ ഉയർന്നു. 2.5 ദിവസത്തോളം ഈ ഒരു സൈറ്റ് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ വീണ്ടും ഒരു ആശങ്ക രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. കാരണം വളരെ കുറഞ്ഞ സമയപരിധിയായിരിക്കും ഈ ഒരു പുനർമൂല്യനിർണ്ണയത്തിനടക്കം രക്ഷിതാക്കൾക്കും പിന്നെ വിദ്യാർത്ഥികൾക്കും നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനുള്ളിൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മാർക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ ഒരു വീണ്ടും വിശദീകരണം CBSE-യുടെ ഭാഗത്തു നിന്നും വന്നത്. അധികമായി, അതായത് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചു. അതാണ് ഈ ഒരു സാങ്കേതിക പ്രശ്നത്തിന് കാരണം. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പരാതികളെല്ലാം പരിഗണിച്ച് വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 700 രൂപയായിരുന്നു പുനർമൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ചിരുന്ന ഫീസ്. പിന്നീട് അത് വ്യാപകമായി പരാതികളും ആരോപണങ്ങളും ഉയർന്നതോടെ എല്ലാ വിദ്യാർത്ഥികളും പുനർമൂല്യനിർണ്ണയം നടത്തുമെന്നൊരു സാഹചര്യം വന്നതോടുകൂടി 100 രൂപയിലേക്ക് CBSE ഈ ഒരു ഫീസ് കുറയ്ക്കുകയും ചെയ്തു. എന്ത് തന്നെയായാലും അതിനുശേഷമാണ് വീണ്ടും വിദ്യാർത്ഥികളുടെ ഈ ഒരു ആരോപണം തുടർന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം അപ്പോഴും ഈ ഒരു OSM രീതി പിന്തുടരാൻ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലും കൂടുതൽ സുതാര്യമായി നടത്താൻ തന്നെയാണ് CBSE-യുടെ തീരുമാനമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ രീതിയിലായിരിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ നടപ്പിലാക്കുക. ചെറിയ രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ CBSE അംഗീകരിക്കുന്നുണ്ട്.
പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് മൂല്യനിർണ്ണയത്തിനെയോ ഒപ്പം ഫലത്തെയോ അന്തിമമായ ഫലത്തെയോ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CBSE മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ അപ്പോഴും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു ഫലത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ OSM രീതി കൃത്യമായി പരിശീലനം നൽകാതെ കൃത്യമായ രീതിയിൽ അത് സുതാര്യമാക്കാതെ എടുത്തിയാടി നടപ്പിലാക്കിയത് കുട്ടികളുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലാക്കുന്നു എന്ന വലിയൊരു ആരോപണം എഴുതുന്നു. നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിനേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിച്ച് കൂടുതൽ വിഷയങ്ങൾ പഠിച്ചാണ് ഈ CBSE 12ാം ക്ലാസ് വിഷയം കുട്ടികൾ പഠിക്കുന്നതും അതിൽ വലിയ മാർക്ക് സ്കോർ ചെയ്യുന്നു. വലിയ അന്തരമുണ്ട് രണ്ട് സിലബസുകളും തമ്മിൽ. അത്തരത്തിൽ ഇത്രയും ഡെഡിക്കേറ്റഡായി നിന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മാർക്ക് കുറയുക അല്ലെങ്കിൽ മാർക്കിൽ കുറവ് വരിക, പുനർമൂല്യനിർണ്ണയത്തിൽ പോലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുക, അത് ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ഒപ്പം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ CBSE അപ്പോഴും പറയുന്നത് ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അതിനെ വലുതാക്കി കാണിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. അതിനപ്പുറത്തേക്ക് ഇത് സുതാര്യമായി നടത്താനുള്ളൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിൽ ഇപ്പോൾ ഫീസ് നില കുറച്ചിട്ടുമുണ്ട്. കൂടുതൽ സമയം അതിന് അനുവദിക്കുകയും ചെയ്യും. യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല എന്നാണ് CBSEയുടെ വാദമെങ്കിലും ഇപ്പോഴും ആ ആശങ്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്, സംസ്ഥാനത്ത് രാജ്യത്ത് പൊതുവിലും CBSE പഠിതാക്കൾക്ക് മുന്നിലുണ്ടാകുന്ന ആശങ്കകൾ അതാണ്. എന്തായാലും വലിയ ആശങ്കകളാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ യുവാക്കളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.